നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 97 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 98ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ദ്വാർവത്യാം ഭവനേഷു തേഷു 16,000 മൂർത്തിയായി ശ്രീഭർത്താവിനെ നിന്നെ നിർമ്മല ഗുണാൻ വെവ്വേറെ കൈകൂപ്പിനേൻ. സാപത്ന്യം തടവും മഹേന്ദ്രനയുടൻ ജിത്വാ ഹരിച്ചങ്ങഹോ സാമർഥ്യത്തൊടു സത്യഭാമയുടനെ പൂങ്കാവു കൽപ്പദ്രുമം. ഇവിടെ ദ്വാർവത്യാം എന്ന് വെച്ചാൽ ദ്വാരകയിൽ, ദ്വാർവതി എന്ന് വെച്ചാൽ ദ്വാരക എന്നാണ് അർത്ഥം. തേഷു ഭവനേഷു, ദ്വാരകയിലുള്ള അവരുടെ ഭവനങ്ങളിൽ 16,000 മൂർത്തിയായി, 16,000 ശരീരം ധരിച്ച് ശ്രീഭർത്താവിനെ നിന്നെ നിർമ്മല ഗുണാൻ വെവ്വേറെ കൈകൂപ്പിനേൻ. ശ്രീ ഭർത്താവായിരിക്കുന്ന ലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള നിർമ്മല ഗുണാൻ, നിർമ്മല ഗുണങ്ങളോട് കൂടിയ നിന്നെ അവിടുത്തെ വെവ്വേറെ കൈകൂപ്പിനേൻ. 16,000 മൂർത്തികളായി നിൽക്കുന്ന അവിടുത്തെ വേറെ വേറെ ഞാൻ കൈകൂപ്പുന്നു, ഓരോരുത്തരെയും പ്രത്യേകം ഞാൻ കൈതൊഴുന്നു. പിന്നെയോ സാപത്ന്യം തടവും മഹേന്ദ്രനയുടൻ ജിത്വാ ഹരിച്ചങ്ങഹോ. സാപത്ന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുത. സാപത്ന്യം തടവും, അതായത് ശത്രുത ഭാവിച്ച മഹേന്ദ്രനെ, അതായത് ഇന്ദ്രനെ, ജിത്വാ ജയിച്ചിട്ട്, ഉടൻ തന്നെ, ഹരിച്ച് അങ്ങ് അഹോ സാമർഥ്യത്തോടു സത്യഭാമയുടനെ പൂങ്കാവു കൽപ്പദ്രുമം. ഉടൻ തന്നെ എന്താ ചെയ്ത്? വളരെ സാമർഥ്യത്തോടെ ചാതുര്യത്തോടെ ആ പാരിജാത വൃക്ഷം ഹരിച്ചു. ആ പാരിജാത വൃക്ഷം ബലമായിട്ട് എടുത്തിട്ട് സത്യഭാമയുടെ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോന്നു. അഹോ എന്ന് പറഞ്ഞിട്ട് ആശ്ചര്യം. ഇവിടെ നരകാസുരനെ വധിക്കാൻ അമ്മയായ ഭൂമിദേവിയുടെ സമ്മതമില്ലാതെ സാധിക്കില്ല എന്ന് അത് പാലിക്കാനായിട്ട് ഭൂമിദേവിയുടെ അംശമായിട്ടുള്ള സത്യഭാമയും കൂട്ടിയിട്ടാണ് നരകാസുരനെ വധിക്കാനായിട്ട് കൃഷ്ണൻ പോയത്. നരകാസുര വധത്തിനു ശേഷം പണ്ട് ഈ അസുരൻ ദേവമാതാവായിട്ടുള്ള അദിതി ദേവിയുടെ കുണ്ടലങ്ങൾ കവർന്നെടുത്തിരുന്നു. അത് തിരിച്ചേൽപ്പിക്കാനായിട്ട് കൃഷ്ണനും സത്യഭാമയും ദേവലോകത്തേക്ക് പോയിരുന്നു. അവിടെയുള്ള കൽപ്പവൃക്ഷത്തിൽ സത്യഭാമയ്ക്ക് ആഗ്രഹം തോന്നിയെന്നും അത് നൽകാൻ ഇന്ദ്രൻ വിസമ്മതിച്ചു. അപ്പോൾ കൃഷ്ണൻ ഇന്ദ്രനെ ജയിച്ച് ആ കൽപ്പവൃക്ഷം ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് സത്യഭാമയുടെ ഉദ്യാനത്തിൽ നട്ടു എന്നുമാണ് കഥ. ആ കഥയാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. എന്താവൂ വിപ്രശാപാൽ നൃഗനവശതയാ പണ്ടു പണ്ടേ കിടന്നാനോന്തായിട്ട പ്രദേശേ നിഭൃതമതുബലാൽ ബാലകന്മാർ പറഞ്ഞാർ. സന്താപം തീർത്തെടുത്തങ്ങവനവധി ചെയ്തോരു ദാനങ്ങളെല്ലാം ബന്ധുക്കൾക്കുള്ളിലാക്കിയിട്ടവനു ഗതി കൊടുത്തോരു തുഭ്യം നമോസ്തു. ഈ ശ്ലോകത്തില് 2ാമത്തെ വരിയില് ഓന്തായിട്ടന്ധകൂപേ എന്നൊരു പാഠം കൂടി കാണാനുണ്ട്. ഇവിടെ അർത്ഥം എന്താവൂ, എന്തോ കാരണം മൂലം, വിപ്രശാപാൽ വിപ്രന്റെ ശാപം കൊണ്ട്, ബ്രാഹ്മണ ശാപം കൊണ്ട്, നൃഗൻ അവശതയാ നൃഗൻ എന്ന രാജാവ് അവശനായിട്ട്, പണ്ടു പണ്ടേ കിടന്നാൻ വളരെ കാലമായിട്ട് കിടക്കുന്നു. എങ്ങനെയാണ് കിടക്കുന്നത്, എവിടെയാണ് എന്നൊക്കെ വെച്ചാൽ
ഓന്തായിട്ട പ്രദേശേ അല്ലെങ്കിൽ ഓന്തായിട്ട അന്ധകൂപേ, ഓന്തിന്റെ രൂപത്തിലാണ് കിടക്കുന്നത്. അപ്രദേശേ, ആ പ്രദേശത്ത്. ഇനിയല്ല അന്ധകൂപേ എന്നാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു എന്നാണ് അർത്ഥം വരിക. അപ്പൊ എന്താണ്, എന്തുകൊണ്ടോ ഒരു ബ്രാഹ്മണ ശാപം കാരണം നൃഗൻ എന്ന രാജാവ് ഓന്തിന്റെ രൂപത്തില് അവിടെ കിടക്കുന്നു എന്ന കാര്യം ബാലകന്മാർ പറഞ്ഞാർ. ആ കുട്ടികള് വന്നു പറഞ്ഞു, കൃഷ്ണന്റെ കുട്ടികള് വന്ന് കൃഷ്ണനോട് പറഞ്ഞു. സന്താപം തീർത്തെടുത്തങ് അവൻ അനവധി ചെയ്തോരു ദാനങ്ങളെല്ലാം. ഇത് കേട്ട കൃഷ്ണൻ അവിടെ ചെന്ന് ആ കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്തു നിന്ന് ആ ഓന്തിനെ എടുത്ത് അതിൻ്റെ സന്താപം തീർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപമോക്ഷം കൊടുത്തു എന്ന്. എന്നിട്ട് അവൻ ചെയ്തോരു അനവധി ദാനങ്ങളെല്ലാം, ആ നൃഗൻ എന്ന രാജാവ് അനവധി ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ദാനങ്ങളെക്കുറിച്ചും ആ ദാന നിഷ്ഠയുടെ വിധികളെക്കുറിച്ചും എല്ലാം ബന്ധുക്കൾക്കുള്ളിലാക്കിയിട്ട്, ബന്ധുക്കൾക്ക് എന്ന് വെച്ചാൽ പുത്രന്മാർക്ക് അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അവനു ഗതി കൊടുത്തോരു ആ മൃഗരാജാവിന് മോക്ഷം കൊടുത്ത തുഭ്യം നമോസ്തു, അങ്ങേക്ക് നമസ്കാരം. ഇവിടെ ആ നൃഗമോക്ഷം എന്ന കഥയാണ് സൂചിപ്പിച്ചത്. ആ കഥ എന്താണെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. കൃഷ്ണപുത്രനായിട്ടുള്ള സാമ്പനും അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാരും കൂടിയിട്ട് ദ്വാരകയിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു കാട്ടിൽ കളിക്കാനായിട്ട് പോയി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ദാഹിച്ച് അവർ വെള്ളം കുടിക്കാനായിട്ട് അവിടെ കണ്ട ഒരു കിണറിൻ്റെ അടുത്തേക്ക് പോയി. കിണറിലേക്ക് നോക്കിയപ്പോൾ അതിൽ വെള്ളം ഇല്ല എന്ന് മാത്രമല്ല, അതിലുണ്ട് ഒരു ഓന്തിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ ചിന്തിച്ചു, അയ്യോ ഈ ഓന്തിനെ എവിടുന്നാ ഭക്ഷണം കിട്ടുക, വെള്ളം എവിടുന്നാ കിട്ടുക, നമുക്കിതിനെ കരയ്ക്ക് കയറ്റാം എന്ന് വിചാരിച്ച് അവർ പല രീതിയിലും ഓന്തിനെ കരയ്ക്ക് കയറ്റാൻ നോക്കി. അത് കയറിയില്ല. അപ്പോൾ എല്ലാവരും വിഷമിച്ചിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി. ദ്വാരകയിലെത്തിയ സാമ്പൻ അച്ഛനായിട്ടുള്ള കൃഷ്ണനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. കൃഷ്ണൻ അപ്പോൾ തന്നെ സാമ്പനെയും കൂട്ടുകാരെയും കൂട്ടി വീണ്ടും ആ കിണറ്റിൻ്റെ അടുത്തേക്ക് പോയി. നോക്കുമ്പോൾ ആ ഓന്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട കൃഷ്ണൻ ആ ഓന്തിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. കൃഷ്ണന്റെ സ്പർശനം കൊണ്ട് തന്നെ ആ ഓന്തിന് ശാപമോക്ഷം കിട്ടുകയും ഓന്തിൻ്റെ രൂപം മാറി തൻ്റെ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു. കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സൂര്യവംശത്തിലെ ഇക്ഷ്വാകുവിൻ്റെ അനുജനായ നൃഗൻ എന്ന രാജാവാണ്. ദാനധർമാദി കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്ന എനിക്ക് ഒരിക്കൽ മനസ്സറിയാതെ ഒരു പിഴവ് സംഭവിച്ചു. ഞാൻ ഒരു ബ്രാഹ്മണന് ഒരു പശുവിനെ ദാനം ചെയ്തിരുന്നു. ബ്രാഹ്മണൻ ദാനം കിട്ടിയ ആ പശുവിനെ തൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുകയും ചെയ്തിരുന്നു. രാത്രി ആയപ്പോൾ ആ പശു തൊഴുത്തു ചാടിക്കടന്ന് വീണ്ടും എൻ്റെ കൊട്ടാരത്തിലുള്ള തൊഴുത്തിൽ തന്നെ വന്നു നിന്നു. ആ പശു വീണ്ടും എൻ്റെ ഗോശാലയിൽ തന്നെ വന്നു നിന്നത് ആരും ശ്രദ്ധിച്ചുമില്ല. മറ്റൊരിക്കൽ ഇതേ പശുവിനെ തന്നെ ഞാൻ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്യുകയും ചെയ്തു. ദാനം കിട്ടിയ ആ പശുവിനെയും കൊണ്ട് ആ ബ്രാഹ്മണൻ പോകുമ്പോൾ ആദ്യം ഈ പശുവിനെ ദാനം നൽകിയ ആ ബ്രാഹ്മണൻ കാണുകയും, അപ്പോൾ നീയാണല്ലേ എൻ്റെ പശുവിനെ കട്ടുകൊണ്ടുപോയത് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് എന്നെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഇതെനിക്ക് നൃഗമഹാരാജാവ് ദാനം ചെയ്ത പശുവാണ്. അതെങ്ങനെയാണ് ശരിയാവുക? രാജാവ് എനിക്കും ഇതേ പശുവിനെ തന്നെയാണ് ദാനം നൽകിയിരുന്നത് എന്ന് ആദ്യത്തെ ബ്രാഹ്മണനും പറഞ്ഞു. എന്തായാലും അവർ തമ്മിൽ വലിയ തർക്കമായി. അവസാനം തർക്കം തീർപ്പാക്കാൻ വേണ്ടി രാജാവിൻ്റെ സന്നിധിയിൽ തന്നെ വന്നു ചേർന്നു. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ദുഃഖമുണ്ടാവുകയും ഞാൻ അറിയാതെ വന്നുപോയ ഈ അപരാധം
നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഈ പശുവിന് പകരമായി എത്ര പശുക്കളെ വേണമെങ്കിൽ നൽകാം, അല്ലെങ്കിൽ സ്വർണമായി നൽകാം എന്നെല്ലാം അവരോട് പറയുകയും ചെയ്തു. ഇത് കേട്ട ബ്രാഹ്മണർ, ഞങ്ങൾക്ക് ധനത്തിൻ്റെ ആവശ്യമില്ലെന്നും ഇനി ദാനമൊന്നും ഞങ്ങൾ വാങ്ങുകയില്ല, അതുപോലെ മറ്റൊരുത്തന് നൽകിയ പശു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ രാജധാനിയിൽ നിന്നും തിരിച്ചുപോയി. പിന്നീടും ഞാൻ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു എങ്കിലും മുൻപ് ചെയ്ത ആ പാപത്തിന് ഒരു പരിഹാരവും ഉണ്ടായില്ല. അവസാനം യമരാജൻ ഇങ്ങനെ പറഞ്ഞു, വളരെയധികം കാലം ഓന്തിൻ്റെ രൂപത്തിൽ കിടന്ന് അവസാനം വിഷ്ണു ഭഗവാന്റെ കരസ്പർശത്താൽ ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ നൃഗരാജാവ് ധർമ്മരാജാവിനോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സറിയാതെ ചെയ്തു പോയ ഒരു അപരാധം മാത്രമല്ലേ? എന്നിട്ടും എനിക്ക് എന്താണ് ഇത്ര വലിയ ശിക്ഷ വിധിച്ചത് എന്ന്. അപ്പോൾ യമരാജൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അങ്ങ് വലിയ രാജാവാണ്. അപ്പം അങ്ങയുടെ രാജ്യത്ത് ധാരാളം ദരിദ്രന്മാരും അവശന്മാരും ഒക്കെ ഉണ്ട്. അവരെയൊന്നും അങ്ങ് പരിഗണിക്കാതെ അവർക്കൊരു ദാനവും നൽകാതെ ബ്രാഹ്മണരെ മാത്രമാണ് അങ്ങ് ദാനധർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തിയിരുന്നത്. അതുതന്നെയാണ് ഈ ശിക്ഷയ്ക്കു കാരണം. ഒരു രാജാവ് തൻ്റെ പ്രജകളെ എല്ലാവരെയും ഒരേപോലെ കരുതണം. ദ്വാപരയുഗത്തിൽ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് പൂർണ്ണാവതാരം എടുക്കും. ആ സമയത്ത് നിനക്ക് മോക്ഷം കിട്ടും എന്നുകൂടി യമരാജൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അന്നു മുതൽ ഞാൻ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നൃഗ മഹാരാജാവ് കൃഷ്ണനെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണനാകട്ടെ ആ നൃഗമഹാരാജാവിന് ശാപമോക്ഷം നൽകി സായുജ്യവും നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെ നൃഗന് മോക്ഷം നൽകിയ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത ശ്ലോകങ്ങൾ ഇനി അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ